ഇവിടെ നമ്മുടെ ഗ്രൂട്ടിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ വേണ്ടി രണ്ട് റോബോട്ട്സ് ഉണ്ട്. അപ്പൊ ചെടിച്ചട്ടിയിലിരുന്ന ഗ്രൂട്ടിന്റെ ദേഹത്ത് വെള്ളം വീണതും അവനിലെ ഇളയൊക്കെ മുളയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഗ്രൂട്ട് സ്നാക്സ് കഴിച്ചുകൊണ്ടിരുന്നതും അവനിരുന്ന ചെടിച്ചട്ടി പൊട്ടുകയാണ്. അപ്പൊ റോബോട്ട് ഗ്രൂട്ടിനെ എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു ബോൺസായി മരം കൊണ്ട് വെച്ച് അതിനെ പരിപാലിക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രൂട്ടിനെ തണുക്കുന്ന കാരണം ഒരു തുണി എടുത്തവ മൂടാണ്. എന്നാൽ റോബോട്ട്സ് അതും പിടിച്ചു വാങ്ങി ബോൺസായിക്ക് മൂടി കൊടുക്കുന്നു. ഇത് കണ്ട ഗ്രൂട്ട് ഭയങ്കര ദേഷ്യത്തില് അടുത്തിരുന്ന കിഴങ്ങെടുത്ത മരത്തിലെറിയുന്നു. പക്ഷെ കിഴങ്ങ് കൊമ്പിലടിച്ച് ബൗൺസായി ഗ്രൂട്ടിനെ വന്നിടിച്ച് അവൻ തറയിൽ വീഴാൻ പോയി. അപ്പോഴാണ് ഗ്രൂട്ടിന് മനസ്സിലായത് അവന്റെ കൈ റബ്ബർ പോലെ നീട്ടാൻ പറ്റുമെന്ന്. എന്നിട്ട് ഗ്രൂട്ട് കൈ നീട്ടി ആ മരത്തിനെ തള്ളിയിടാൻ നോക്കുന്നു. പക്ഷെ മരം നല്ല വെയിറ്റ് ആയതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഉടനെ അവൻ നീണ്ട മരത്തിന്റെ അടുത്ത് ചെന്ന് പടപടയെന്ന് അതിനെ അടിക്കാൻ തുടങ്ങി. അപ്പൊ മരത്തിന്റെ മുള്ളു കൊണ്ട് അവന്റെ കൈ തന്നെ വേദനിക്കുകയാണ്. ശേഷം അവൻ ആ മരത്തിന്റെ കൊമ്പൊടിക്കാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ജെല്ലി പോലത്തെ എന്തോ പുറത്തേക്ക് വന്ന് അത് വലിഞ്ഞ് രണ്ടും കൂടി തറയിലേക്ക് വീഴുന്നു. അങ്ങനെ ഗ്രൂട്ടിന്റെ ചെടിച്ചട്ടി പൊട്ടിപ്പോയി. അവൻ നോക്കിയതും അവന് രണ്ട് കാലുകൾ കാണുന്നു. അങ്ങനെ അത് വെച്ചവൻ അവിടേക്ക് നടക്കാണ്.